വയനാട് അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ ചികിത്സ വൈകിപ്പിച്ചെന്ന് പരാതിയുമായി രക്ഷിതാക്കൾ. ഇന്ന് സ്കൂളിന് മുന്നിൽ വെച്ച് 3 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കടിയേറ്റ ഉടനെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ബന്ധപ്പെട്ടു. എന്നാൽ കഴുകിക്കളഞ്ഞാൽ മതിയെന്നും നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറയുകയായിരുന്നു. എന്നാൽ തനിച്ച് ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥികളെ പരിശോധിച്ച ഡോക്ടർ പോലീസിനെയും രക്ഷിതാക്കളെയും അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ അധ്യാപകർക്കെതിരെ പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. എൻ്റെ മോൾ ഇന്നലെ 8:15 സ്കൂളിലേക്ക് പോകുമായിരുന്നു. അമ്പലവയൽ സ്കൂളിന് മുന്നിൽ വെച്ചിട്ട് മോളെ പട്ടി കടിച്ചതിന് ശേഷം വേറെ 2 കുട്ടികളോട് ഇടപെട്ടപ്പോൾ 2 കുട്ടികളെയും കടിച്ചു. കാലിനാണ് കടിച്ചിരിക്കുന്നത്. ഒരാളെ കയ്യിനും 2 കാലിനും. അങ്ങനെ ഒരു സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് പറഞ്ഞ സമയത്ത് ടീച്ചർ പറഞ്ഞു അത് കഴുകി കളഞ്ഞാൽ മതിയെന്ന് ഒരു ടീച്ചർ പറഞ്ഞു. പിന്നെ ഒരു സാറിനോട് പറഞ്ഞപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, പാടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ബുക്ക് അവിടെ വെച്ചിട്ട് അമ്പലവയൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുകയും ഡോക്ടർ സ്റ്റേഷനിൽ പോലീസുകാരെ വിളിക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്, പാരൻസ് അറിയുന്നത്. അപ്പോൾ അത്രത്തോളം ടീച്ചേഴ്സോ ആരോ ഈ കുട്ടികളുടെ കൂടെ പോകാനോ ഒന്നും തയ്യാറായില്ല. പിന്നെ അതിനുശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് സാറ് PTA സ്കൂൾ ഹെഡ് മാഷിനെ വിളിച്ച് പറയുമ്പോഴാണ് അവിടുന്ന് ടീച്ചേഴ്സും മാഷുമാരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. സ്കൂൾ അധികൃതരിൽ നിന്നും വളരെ മോശമായ രീതിയിലാണ് നമുക്ക് പെരുമാറിയത്. രാവിലെ തന്നെ ഈ 3 കുട്ടികൾ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത്, ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാരൻസ് എത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഏതായാലും വയനാട് അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കെതിരെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂളിന് മുന്നിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ ചികിത്സ വൈകിപ്പിച്ചു എന്ന പരാതിയാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്ന് സ്കൂളിന് മുന്നിൽ വെച്ച് 3 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേറ്റത്. കടിയേറ്റ ഉടനെ തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ കഴുകിക്കളഞ്ഞാൽ മതിയെന്നും നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് ഒറ്റയ്ക്ക് പോകാനും പറയുകയായിരുന്നു അധ്യാപകർ. എന്നാൽ തനിച്ച് ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥികളെ പരിശോധിച്ച ഡോക്ടർമാർ പോലീസിനെയും രക്ഷിതാക്കളെയും അറിയിക്കുകയായിരുന്നു. ഏതായാലും സംഭവത്തിൽ അധ്യാപകർക്കെതിരെ പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട്.